കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ അയ്യോ എന്റെ കാഴ്ച പോയി. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് KSEB. കണ്ടോ, നിങ്ങൾക്കായിരുന്നല്ലോ ദണ്ണം ഉത്സവം അവരെ ഏൽപ്പിക്കാഞ്ഞിട്ട്. കണ്ണ് നിറച്ച് കണ്ടോ. വൈകുന്നേരം 7 മണിക്ക് ശേഷം ഭാഗിക നിയന്ത്രണം ഉണ്ടായേക്കുമെന്നും KSEB വൃത്തങ്ങൾ അറിയിച്ചു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി VD സതീശനും പണി നൽകിയ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി. സംഘാടകർക്ക് ടെൻഷനാവും. ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ പറഞ്ഞു. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവും. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. പവർ കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു. അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ പിന്നെ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. അതൊന്നും എനിക്കറിയാൻ മേല. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. എന്തോ എങ്ങനെ? അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വെക്കുക. എന്താണ് ബുദ്ധി? ഈ തല വെളി കാണിച്ച് അടക്കല്ലേ വേണ്ടാരെ. പാലോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ടോർച്ച് വെട്ടത്തിൽ ചികിത്സ. മുറിവ് ഡ്രസ് ചെയ്യുന്നതിനിടെ കറണ്ട് പോയതോടെ മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ പൂർത്തിയാക്കുകയായിരുന്നു. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അത് രണ്ടും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. തെറ്റ് കണ്ടാൽ എനിക്ക് ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്? നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.